നമുക്ക് ഒരു കാരമൽ അടപ്പായസം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ പറയാം. അടുപ്പ് കത്തിച്ച് നമുക്കിതിലേക്ക് ഒന്ന് പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് ഇത് അധികം ഡാർക്ക് കളർ ആവരുത്, ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ മാത്രമേ നമ്മളിത് ചെയ്യാവുള്ളൂ കേട്ടോ. ഏകദേശം ഗോൾഡൻ കളർ ആയി തുടങ്ങി. ഇത് ഏകദേശം ഗോൾഡൻ കളറായ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 കവർ പാൽ കേട്ടോ. മിൽമയുടെ പാലാണ് ഞാൻ എടുത്തത്. 3 കവർ. ഇതാ ഒന്നിങ്ങോട്ട് വന്നേ, ഇത് നോക്കിക്കേ, ഇങ്ങോട്ട് അടുപ്പിച്ച് പിടി. ഇത് കണ്ടോ, ഇതിപ്പോൾ കാരമൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ആരും പേടിക്കണ്ട, കാരണം ഇതൊക്കെ പലിഞ്ഞ് വരും കേട്ടോ. പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് മെൽട്ടാവും, സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കുഞ്ഞാത്ത? പപ്പടം പോലെ ഉണ്ട്. നോക്കിക്കേ, ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടോ. ഇപ്പം എല്ലാം ഇതായേ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഇതൊരു കവറട ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുൻപ് കുതിർത്ത് വെച്ചതാണ്. ഇത് ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ മുഴുവനായിട്ടിട്ട് ഇനി ഇത് കംപ്ലീറ്റ് ഇതിൽ നിന്ന് വെന്ത് വരണം. നല്ലോണം അട നല്ലപോലെ അലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിനി പഞ്ചസാര ചേർക്കുള്ളൂ കേട്ടോ. അതുവരെ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പതിഞ്ഞ് പൊന്തി പോവരുത്. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ബാക്കി